ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കേസിലെ യഥാർത്ഥ പ്രതി ജഗനല്ല, മറ്റാരോ ആണ്. പക്ഷെ ജഗനെന്തിനാ കേസ് ഏറ്റെടുത്ത്? ആരെ രക്ഷിക്കാൻ? ആർക്കു വേണ്ടി? ഒരു പിടിയും കിട്ടുന്നില്ല. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ വളരെ താമസിച്ച. ധാരാളം ഫോൺ കോളുകളും അച്ഛന് വരുന്നുണ്ടായിരുന്നു. അതിനാൽ കാർ ഓടിച്ചിരുന്നത് കുറച്ച് സ്പീഡിലായിരുന്നു. ആ മഴയത്ത് അത്രയും സ്പീഡിൽ കാർ ഓടിക്കാനേ പാടുള്ളതല്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ നിർബന്ധം മൂലം ഞാനതൊന്നും ഓർത്തില്ല. പെട്ടെന്നാണ് ഒരു കാർ ഏതോ ഒരു ദിശയിൽ നിന്ന് മുന്നിൽ വന്ന് പെട്ടത്. ഞാൻ സഡൻ ബ്രേക്ക് ചെയ്തതാ. പക്ഷേ കാർ തന്നെ നിയന്ത്രണം വിട്ട് ഒരു വശത്തായി വന്ന് കാറിലിടിച്ചു. ഇടിച്ച എൻ്റെ കാറിനേക്കാൾ ഇടിയേറ്റ രാജീവിന്റെ കാറിന് കൂടുതൽ ഡാമേജ് ഉണ്ടായതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നീട് എന്താ ഉണ്ടായത്? ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. നീ ഇതെങ്ങോട്ടാ? അച്ഛാ, ഒന്ന് നോക്കിയിട്ട് വരാം. ലോറി ഇടിച്ച കാറിൽ നമ്മുടെ കാറും കൂട്ടിയിടിച്ചിട്ടുണ്ട്. അച്ഛാ, എന്താണ് അവസ്ഥയെന്ന് നോക്കിയിട്ട് വരാം. വേണ്ട. കാര്യമായി ഒന്നും സംഭവിക്കാതെ ഞാനും പിന്നാലെ ആശുപത്രിയിലെത്തി. ഇന്ന് രാവിലെ കാർ ആക്സിഡന്റിൽ പെട്ടവരെ ഇവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവരെ ഒന്ന് കാണാനാ. അവര് ഡിസ്ചാർജ് ആയി പോയല്ലോ. ഡിസ്ചാർജ് ആയി പോയെന്നോ? അതെ, അവരെ ഞാനാ പരിശോധിച്ചത്. അവര് രണ്ടുപേരുണ്ടായിരുന്നു. തീരെ മൈനറായ ആക്സിഡന്റാ. അപകടം സംഭവിച്ചപ്പോ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് രണ്ടുപേർക്കും കാര്യമായ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. താങ്ക് ഗോഡ്. അപകടത്തിൽപ്പെട്ടവര് ആപത്തൊന്നും ഇല്ലാതെ ഡിസ്ചാർജ് ആയി പോയി എന്നുള്ള വിവരമാണ് ആശുപത്രി ജീവനക്കാരിൽ നിന്നും എനിക്ക് കിട്ടിയത്. എന്റെ കാറടിച്ച് ആരും മരിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോഴും ഞാൻ പറഞ്ഞ സംശയം ബാക്കി നിൽക്കുന്നു. എന്താ അത്? എന്റെ കാറടിക്കും മുമ്പ് രാജീവിനും അയാളുടെ അമ്മയ്ക്കും മരണകാരണമായേക്കാവുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് എന്റെ സംശയം. ആരോ കരുതിക്കൂട്ടി ആ വാഹനത്തിലുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ചതുപോലെ. അതിനുള്ളിൽ സഞ്ചരിച്ചവരുടെ മരണം ഉറപ്പിച്ചതുപോലെ. യഥാർത്ഥത്തിൽ എന്റെ വാഹനത്തിൽ തട്ടി മരണം സംഭവിക്കാൻ പാകത്തിനുള്ള ഒരു ഇടിയായിരുന്നില്ല അത്. പക്ഷെ സംഭവിച്ചു. തെറ്റെന്റെ ഭാഗത്തല്ലേ. മഴയത്ത് ഓവർ സ്പീഡ് കൊണ്ടുണ്ടായ അപകടം. അതിൽ ജീവൻ നഷ്ടപ്പെട്ട രണ്ടുപേർക്ക് വേണ്ടി ഞാനിപ്പോ വേദനിക്കും. വന്ദന, തെറ്റെന്റേതാ, എന്റേത് മാത്രം. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വള്ളിപ്പുള്ളി തെറ്റാത്ത ജഗൻ ഇപ്പോഴും പറയുന്നു. അതിൽ നിന്നും ജഗൻ നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ ന്യായമുണ്ട്. പക്ഷേ അത് ജഗനോട് ഇപ്പൊ പറയണ്ട. വന്ദന, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ജഗനെ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി മാത്രം വന്നതാ. ഒരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. വർഷയുടെ മരണാനന്തര ചടങ്ങ് നടത്തണമെന്ന് അച്ഛൻ വലിയ നിർബന്ധം. ചടങ്ങിന് കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുക്കുമ്പോ ജഗൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി.
ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ലല്ലോ. അത് മാത്രല്ല, ഒരാഗ്രഹം ഇനി നടക്കില്ല ജഗ. കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും അല്ല ഒരു സ്വപ്നം പോലെ അവശേഷിക്കാം. ജഗനേനി ഞങ്ങൾക്കൊരു ഓർമ്മ മാത്രമായി അവശേഷിക്കും. അവളുടെ മുന്നിൽ അച്ഛനെ കൊന്ന ഘാതകൻ ആഴത്തിൽ പതിഞ്ഞത് ആർക്കും മാറ്റാനാവില്ല. അത്രമാത്രം മുറിവുകളുണ്ട് ആ മനസ്സിൽ. എന്ന് ഞാൻ പോട്ടെ. വന്ദന, എന്താ? ഒന്നുമില്ല, ഒന്നുമില്ല. കേസിലെ യഥാർത്ഥ പ്രതി ജഗനല്ല, മറ്റാരോ ആണ്. പക്ഷെ ജഗനെന്തിനെ കേസ് ഏറ്റെടുത്ത്? ആരെ രക്ഷിക്കാൻ? ആർക്കു വേണ്ടി? ഒരു പിടിയും കിട്ടുന്നില്ല. മാനത്തെ കൊട്ടാ